എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയൊരു വിവാദമുണ്ടായിട്ടുണ്ട്. അത് ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു പ്രസംഗത്തിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിരുന്ന ഒരു പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നത കുലജാതർ എന്നൊരു വാക്കുപയോഗിച്ചു. തന്നെയുമല്ല, ട്രൈബലായിട്ടുള്ള ഗോത്ര വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ മന്ത്രിയാകേണ്ടത് ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഒരു നായിഡു ആയിരിക്കണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന. ഇത് വളരെ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു, വളരെ വ്യാപകമായി വിമർശിക്കപ്പെട്ടു. പ്രത്യേകിച്ച് ദളിത് ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ, രാഷ്ട്രീയമായി BJPക്ക് വിരുദ്ധമായി നിൽക്കുന്ന ആൾക്കാർ, സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ, സോക്കോൾഡ് സാംസ്കാരിക നായകർ, ഇങ്ങനെയുള്ള നിരവധി ആൾക്കാർ, മാധ്യമ പ്രവർത്തകർ എല്ലാവരും തന്നെ സുരേഷ് ഗോപിയെ എതിർത്തു. അതിൽ തന്നെ ട്രൈബൽ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു ബ്രാഹ്മണനെ അല്ലെങ്കിൽ ഒരു നായിഡുവിനെ മന്ത്രിയാക്കണം എന്ന രീതിയിലത്തേക്കുള്ള പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സവർണബോധത്തിനെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഉന്നത കുലജാതർ എന്നൊരു വാക്ക് ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപിയെക്കുറിച്ച് വളരെ വലിയ രീതിയിലത്തേക്കുള്ള വിമർശനമുണ്ടായി. അവസാനം അദ്ദേഹം മറ്റൊരു ചടങ്ങിൽ വെച്ച് അങ്ങനെ വലിയ വിവാദം ഉണ്ടാവുകയാണ് എങ്കിൽ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഞാനത് പിൻവലിക്കുന്നു എന്ന് പറയേണ്ടി വന്ന ഒരു സാഹചര്യവുമുണ്ട്. സത്യത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹം സാമൂഹ്യ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യം പറഞ്ഞു? അദ്ദേഹം ദളിതരെ എല്ലാ കാലവും ഉന്നത കുലജാതർ ഭരിക്കട്ടെ എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചോ? എന്താണ് ഇതിൻ്റെ വാസ്തവം എന്നാണ് പരിശോധിക്കുന്നത്. ആദ്യം തന്നെ അറിയേണ്ടത് ശ്രീ സുരേഷ് ഗോപി എന്ത് സാഹചര്യത്തിലാണ് ഈ പ്രസംഗം നടത്തിയത് എന്നതാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ പലപ്പോഴും പല ഡിപ്പാർട്ട്മെൻറ്റുകളും പല കണക്കുകളും അവതരിപ്പിച്ച് സർക്കാരിൽ നിന്ന് ദളിത് ഉന്നമനത്തിന് വേണ്ടി പണം ആവശ്യപ്പെടാറുണ്ട്. അങ്ങനെ ഗോത്ര വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു ഘട്ടത്തിൽ ചെലവഴിച്ച തുക ഏതാണ്ട് 37,500 കോടി രൂപയാണ്. റഫ്ലി 38,000 കോടി രൂപ. ഈ 38,000 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഡിസ്കഷൻ ശ്രീ സുരേഷ് ഗോപി കൂടി അംഗമായിട്ടുള്ള ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ ഉണ്ടായപ്പോൾ ആ മീറ്റിംഗ് ചെയർ ചെയ്തിരുന്ന കേന്ദ്രമന്ത്രി ശ്രീ അർജുൻ മുണ്ട അവിടെ ഇരിക്കെ ഉദ്യോഗസ്ഥരോട് സുരേഷ് ഗോപി ഈ കണക്കുകളുടെ ഡീറ്റെയിൽസ് ആവശ്യപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത്, കേരളത്തിലേക്ക് നിങ്ങൾ വരൂ, എവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന തുക ചെലവഴിച്ചത് എന്ന് എന്നെ കാണിച്ചു തരൂ, കാരണം അതെനിക്ക് കാണേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് തുടർച്ചയായിട്ട് അദ്ദേഹം പറഞ്ഞത്, താൻ അവിടെ ഒരു അൺപാർലമെൻ്ററി പദം ഉപയോഗിച്ചു, ഫ്രോഡ് എന്ന പദം ഉപയോഗിച്ചു എന്നാണ്. അദ്ദേഹം പറയുന്നത്, നമ്മുടെ നാട്ടിലുള്ള ഗോത്ര വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അവരുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി, അവർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി, ഫെസിലിറ്റേഷന് വേണ്ടി ഒക്കെ തന്നെ വലിയ തുക ചെലവഴിക്കുന്നതായിട്ടെല്ലാം തന്നെ ഡേറ്റ വ്യാജമായി ഉണ്ടാക്കുകയാണ് എന്നാണ്. അതായത്, ഈ തുകയൊന്നും തന്നെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ചെലവഴിക്കുന്നില്ല, മറിച്ച് ഈ വലിയ പ്രഖ്യാപിക്കപ്പെടുന്ന തുകകളൊക്കെ തന്നെ മറ്റു പല രീതികളിൽ വകമാറ്റി ചെലവഴിക്കുകയാണ്. അത് ആരുടെ ഉന്നമനത്തിനെ ലക്ഷ്യമിട്ടിട്ടാണോ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്, ആ പണം അവിടേക്ക് എത്തുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത്, ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത്, ഈ 38,000 കോടി രൂപ ദളിതരുടെ ഗോത്ര വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല, മറിച്ച് അത് ചെലവഴിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഫ്രോഡുലൻസ് കാണിക്കുകയാണ്, അവർ വ്യാജമായിട്ട് രേഖകളുണ്ടാക്കി ഈ പണം ചെലവഴിച്ചു എന്ന് സമർത്ഥിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം പറയുന്നത്, തനിക്ക് ഒരു മന്ത്രിസ്ഥാനം കിട്ടുകയാണ് എങ്കിൽ അത് ഗോത്ര വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ആയിരിക്കണം എന്നൊരു താല്പര്യം വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ആ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോടക്കം പറഞ്ഞിരുന്നു എന്നാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള കീഴ്വഴക്കമനുസരിച്ച് ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി എല്ലായ്പ്പോഴും നിയോഗിക്കപ്പെടുന്നത് അതേ വിഭാഗത്തിൽ തന്നെയുള്ള ഒരു മന്ത്രിയായിരിക്കും. എന്നുവെച്ചാൽ താനൊരു പിന്നാക്ക വിഭാഗത്തിലുള്ളയാളല്ലാത്തത് കൊണ്ട് തന്നെ ആ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മന്ത്രിയായി പ്രവർത്തിക്കാൻ തനിക്ക് കുറേയധികം പരിമിതികളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സോഷ്യൽ സിസ്റ്റം മാറേണ്ടതുണ്ട്, പരിവർത്തനം ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി മന്ത്രിസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ മുന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാർക്കും കഴിയണമെന്നും, അതേപോലെ മുന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആൾ മന്ത്രിയാകണം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ അദ്ദേഹം പറയുന്നത്, ഇത് ഒരു അനിവാര്യമായിട്ടുള്ള സാമൂഹ്യ പരിവർത്തനമാണ്, അത് നടക്കണം, അതാണ് തൻ്റെ ആഗ്രഹം എന്നാണ്. ആ നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസ്താവന എതിർക്കപ്പെടേണ്ടതല്ല, മറിച്ച് നമ്മുടെ നാട്ടിലുള്ള പൊതുവെയുള്ള എല്ലാവരുടെയും സമഗ്രമായിട്ടുള്ള ഒരു ഉന്നമനം എന്നത് എല്ലാവരുടെയും കൂടി ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടുത്തരവാദിത്തമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുന്നാക്ക വിഭാഗത്തിൻ്റെ കാര്യങ്ങളിൽ പിന്നാക്ക വിഭാഗത്തിനും, പിന്നാക്ക വിഭാഗത്തിൻ്റെ കാര്യത്തിൽ മുന്നാക്ക വിഭാഗത്തിനും കൃത്യമായിട്ടുള്ള പാർട്ടിസിപ്പേഷൻ അല്ലെങ്കിൽ പങ്കാളിത്തം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്, സ്വീകാര്യമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ഇനി അടുത്ത പ്രശ്നം, അദ്ദേഹം ഇവിടെ ഉന്നത കുലജാതൻ എന്നൊരു വാക്കുപയോഗിച്ചു എന്നതാണ്. അതായത്, അദ്ദേഹം പറഞ്ഞു വരുന്നത് തന്നെ ഗോത്രവിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു ഉന്നത കുലജാതൻ മന്ത്രിയാകണം എന്നാണ്. ഇവിടെ ഈ ഉന്നത കുലജാതൻ എന്നത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സംഭാവനയാണ്.
താൻ ഉൾപ്പെടുന്ന മുന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെല്ലാവരും തന്നെ ഉന്നത കുലജാതരാണ് എന്ന രീതിയിലാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന നിലയ്ക്കാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നോക്കിയാൽ തൊട്ടടുത്ത വരിയിൽ തന്നെ എന്താണ് താൻ ഉന്നത കുലജാതർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ജാതിവശാൽ നമ്മൾ അങ്ങനെ ബ്രാക്കറ്റൈസ് ചെയ്തിരിക്കുന്ന ഉന്നത കുലജാതർ. അതായത് നമ്മുടെ നാട്ടിൽ ഒരു കാസ്റ്റ് സിസ്റ്റമുണ്ട്, ഒരു ജാതി വ്യവസ്ഥയുണ്ട്. ആ ജാതി വ്യവസ്ഥ അനുസരിച്ച് ചില ആൾക്കാർ ഉയർന്നവരും ചില ആൾക്കാർ താഴ്ന്നവരുമാണ്. അതുകൊണ്ടാണ് മുന്നാക്ക വിഭാഗം, പിന്നാക്ക വിഭാഗം, ഫോർവേഡ് കാസ്റ്റ്, ബാക്ക്വേഡ് കാസ്റ്റ് എന്നിങ്ങനെ 2 ഡിവിഷൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ജാതി വ്യവസ്ഥയെപ്പറ്റി പരാമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ജാതിവശാൽ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിരിക്കുന്ന ഉന്നത കുലജാതർ എന്ന്. അതായത് പൊതുസമൂഹത്തിൽ മുന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാരെ ഉന്നത കുലജാതർ എന്ന രീതിയിലത്തേക്ക് ബ്രാക്കറ്റൈസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട് എന്നും അതുകൊണ്ടാണ് താൻ ആ പദം പ്രയോഗിച്ചത് എന്നുമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം റിപ്പോർട്ട് ചെയ്ത പല മാധ്യമങ്ങളും ഈ 2 കാര്യങ്ങൾ ഇതിൽ നിന്ന് മുക്കിക്കളഞ്ഞു. ഒന്ന്, ഒരു പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ളയാൾ മുന്നാക്ക വിഭാഗക്കാരുടെ കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ഒരു മന്ത്രിയാകണം എന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമുണ്ടായിരുന്നു, അതിനെ മുക്കി. അതേപോലെ തന്നെ ഉന്നത കുലജാതർ എന്നത് ജാതിവശാൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്തിരിക്കുന്ന ഒരു വിഭാഗം എന്ന അർത്ഥത്തിലാണ് താൻ പറഞ്ഞത് എന്നതിനെക്കുറിച്ച് ആ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്ന വിശദീകരണവും നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും മുക്കി. അതുകൊണ്ട് തന്നെ ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന വളരെ ഏകപക്ഷീയമായിട്ടുള്ള, വളരെ വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു സവർണ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ചിത്രീകരിക്കുന്ന നിലയുണ്ടാവുകയും ചെയ്തു. ഇത് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരാളിൻ്റെ പ്രസ്താവനയുടെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രം പ്രചരിപ്പിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ചില അപകടങ്ങളാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ജാതി വ്യവസ്ഥയിലെ സുപ്രീമസി എന്താണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു ശ്രമമല്ല, മറിച്ച് ഇവിടെ മുന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാരുടെ കൂടി ഉത്തരവാദിത്തമാണ് പിന്നാക്ക വിഭാഗക്കാരുടെ ക്ഷേമമെന്നും അതേപോലെ തന്നെ പിന്നാക്ക വിഭാഗക്കാർക്ക് മുന്നാക്ക വിഭാഗക്കാരുടെ ക്ഷേമത്തിലും പങ്കുണ്ടാകണം, ആ രീതിയിലത്തേക്കുള്ള ഒരു സാമൂഹ്യ പരിവർത്തനത്തിന് സമയമായിട്ടുണ്ട് എന്നും പക്ഷേ നിലവിലുള്ള കീഴ്വഴക്കങ്ങൾ നമ്മളെ അതിന് അനുവദിക്കുന്നില്ല എന്നുമാണ്. അദ്ദേഹം തന്നെ അവിടെ പറയുന്നത് പിന്നാക്ക വിഭാഗത്തിലുള്ള ആൾക്കാരുടെ കൺസേൺസിനെ കുറിച്ച് താൻ അവെയറാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ അതിൽ തന്നെ ഒരു മന്ത്രി ചെയർ ചെയ്യുന്ന ഒരു മീറ്റിങ്ങിൽ ഇരുന്നു കൊണ്ട് ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്യുന്നതിനും ഉദ്യോഗസ്ഥർ പ്രസൻറ്റ് ചെയ്യുന്ന ദളിത് ഉന്നമനത്തിന് വേണ്ടി ചെലവാക്കി എന്ന് പറയുന്ന പണമെല്ലാം തന്നെ വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് അദ്ദേഹം പറയുന്നതിനും കാരണം അതാണ് എന്നാണ്. ഇനി ആത്മാർത്ഥമായി ദളിത് വിഭാഗത്തിലുള്ള അല്ലെങ്കിൽ ഗോത്ര വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഉന്നമനം അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമായിരുന്നില്ല എങ്കിൽ എന്തിനാണ് അദ്ദേഹം ഈ വിവരത്തിനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് ആലോചിച്ച് നോക്കുക. 38,000 കോടി രൂപ വകമാറ്റി ചെലവഴിക്കുകയോ മറ്റുള്ള ആൾക്കാരുടെ പോക്കറ്റിലേക്ക് എത്തുകയോ ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള ലക്ഷ്യം ഗോത്ര ഉന്നമനമല്ല എങ്കിൽ പിന്നെ അദ്ദേഹം എന്തിനാണ് അതിനെ എതിർക്കാൻ പോകുന്നത്? അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ഒരു ഉന്നത കുലജാതൻ എന്നുള്ള ഒരു മഹിമയ്ക്ക് വേണ്ടിയിട്ടല്ല, അങ്ങനെ ഒരു സ്റ്റാമ്പിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗക്കാരും ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ പേരിൽ നമ്മുടെ ഉന്നമനത്തിനെ, പൊതുവായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിനെ കരുതി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പ്രവർത്തിക്കുകയും നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പല കീഴ്വഴക്കങ്ങളും പല നോഷൻസും മാറ്റുകയും ചെയ്യണം എന്നാണ്. അങ്ങനെ ഒരു സവർണ മേധാവിത്വത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദമെങ്കിൽ ഒരിക്കലും മുന്നാക്ക വിഭാഗക്കാരുടെ ക്ഷേമം നോക്കാൻ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരു മന്ത്രി ഉണ്ടാകണം എന്നുള്ള പ്രസ്താവന അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമായിരുന്നില്ല. കാരണം നമ്മൾ കൺവെൻഷനലി പറയുന്ന ഉന്നത കുലജാതരുടെ സവർണ മേധാവിത്വത്തിൻ്റെ രീതികളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ശ്രീ സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ ഉണ്ടാകുന്ന മാധ്യമ വിമർശനം, പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വിമർശനം, രാഷ്ട്രീയ വിമർശനം ഒക്കെ തന്നെ മിസ്പ്ലേസ്ഡ് ആണ്, അസ്ഥാനത്താണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി പൂർണ്ണമായി മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം പൂർണ്ണമായി കേൾക്കണം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതൊന്നും തന്നെ നിലവിലെ സാമൂഹ്യ ക്രമത്തിൽ അത് സാമൂഹ്യ വിരുദ്ധമാണെന്നോ ഞാൻ കരുതുന്നില്ല. മറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കൂട്ടുത്തരവാദിത്തത്തിന് വേണ്ടി ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഒന്നിച്ച് പ്രവർത്തിക്കുകയും അങ്ങനെയുള്ള ഒരു ഉന്നമനം പൊതുവായി സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതോടൊപ്പം തന്നെ ഉന്നത കുലജാതൻ എന്ന് അദ്ദേഹം സ്വയം മേനി നടിക്കുകയായിരുന്നില്ല എന്നുള്ളതും നോക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസംഗത്തിലെ പ്രസക്തമായിട്ടുള്ള പല ഭാഗങ്ങളും പല മാധ്യമങ്ങളും കാണിച്ചില്ല. അത് കാണിച്ചിരിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട്. അത് കേട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശരിയാണോ അല്ലയോ, അത് ഗോത്രവർഗ വിരുദ്ധമാണോ അല്ലയോ, അത് ഒരു സവർണ മേധാവിത്വത്തിൻ്റെ പ്രതീകമായിട്ടാണോ അദ്ദേഹം പറഞ്ഞത് അല്ലയോ എന്നീ കാര്യങ്ങൾ നിങ്ങൾ സ്വയം വിലയിരുത്തി അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് നന്നായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരു കൃത്യമായ സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഭാഗമായി എല്ലാ വിഭാഗക്കാരുടെയും ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകട്ടെ. അതിനുവേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാൻ, ജാതി മത വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കാൻ നമുക്കേവർക്കും സാധിക്കട്ടെ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒന്നിച്ചു പോകുന്ന സമയത്ത് കുത്തിത്തിരിപ്പുകൾ ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.